ഫിഫ വേൾഡ് കപ്പ് ഏത് സാധാരണ ഫുട്ബോൾ പ്രേമിക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന, ഫോളോ ചെയ്യാൻ പറ്റുന്ന, കാണാൻ പറ്റുന്ന ഒരു സ്പോർട്ടിംഗ് ഈവൻ്റ് ആയിരുന്നു 2022 വരെയെങ്കിലും. പക്ഷേ 2026 അമേരിക്കയിൽ നടക്കുന്ന വേൾഡ് കപ്പ് എങ്ങനെയാണ് സാധാരണ ഒരു ഫുട്ബോൾ പ്രേമിയെ പറ്റിക്കുന്ന പകൽക്കൊള്ളയായി മാറിയത്? ഇന്ത്യ ഈ വേൾഡ് കപ്പിലില്ല. എന്നിട്ടും ഇവിടെ കൊടികൾ ഉയരുന്നു, കട്ടൗട്ടുകൾ വെക്കുന്നു, ക്ലബ്ബുകാർ പിരിവിടുന്നു. പക്ഷേ ആ സ്നേഹത്തിൽ നിന്നും ഉണ്ടാക്കുന്ന കോടികൾ ആരുടെ പോക്കറ്റിലേക്കാണ് പോകുന്നത്? സ്റ്റേഡിയം ഒരിക്കൽ പോലും കാണാത്ത കേരളത്തിലെ ഓരോ ആരാധകനെയും അത് എങ്ങനെയാണ് ബാധിക്കുന്നത്? കാരണം ഇവിടെ വിൽക്കുന്നത് ഒരു ടിക്കറ്റ് മാത്രമല്ല, അത് എൻ്റെയും നിങ്ങളുടെയും ഫുട്ബോളിനോടുള്ള സ്നേഹമാണ്, ടീം ലോയൽറ്റിയാണ്. അത് വിൽക്കുന്നത് നന്നായി ഡിസൈൻ ചെയ്ത ഒരു മണി മേക്കിംഗ് മെഷീനാണ്. 2018 ഫിഫയുടെ ഒഫീഷ്യൽ ബിഡ് ഡോക്യുമെൻ്റാണിത്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ടിക്കറ്റ് വില തുടങ്ങുന്നത് വെറും $21 എന്നാണ്. ഇൻക്ലൂസീവ് ആൻഡ് ആക്സസിബിൾ വേൾഡ് കപ്പ്, അതായിരുന്നു അന്നത്തെ വാഗ്ദാനം. പക്ഷേ പിന്നീട് ഇതിനെന്ത് സംഭവിച്ചു? ഫിഫ ആദ്യമായി വേൾഡ് കപ്പിന് ഡൈനാമിക് പ്രൈസിംഗ് എന്നൊരു പരിപാടി കൊണ്ടുവന്നു. അതായത് ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ് പോലെ ഡിമാൻഡ് കൂടുമ്പോൾ വില കൂടുന്നൊരു പരിപാടി. ലോകത്തിലെ ഏറ്റവും ഡിമാൻഡുള്ള ഒരു സ്പോർട്ടിംഗ് ഇവൻറ്റിൽ ഇത്തരമൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നാൽ എന്താണ് സംഭവിക്കുക? 2025 ഒക്ടോബർ മുതൽ 26 ഏപ്രിൽ വരെ മാത്രം പ്രധാനപ്പെട്ട കാറ്റഗറീസ്, അതായത് സാധാരണക്കാർ മേടിക്കുന്ന കാറ്റഗറി 1, 2, 3 എന്നീ 3 കാറ്റഗറീസിലുള്ള സീറ്റിൻ്റെ വില കൂടിയത് 34%. ഫൈനലിൻ്റെ ഏറ്റവും ചീപ്പായിട്ടുള്ള ഓപ്പൺലി അവൈലബിൾ ടിക്കറ്റിൻ്റെ വില $4,195 ആണ്. അത് ഖത്തർ 2022 ഫൈനലിൻ്റെ ഏകദേശം 7 ഇരട്ടി. ഇത്തരം സീറ്റുകളിൽ ഫിഫയുടെ സ്വന്തം പോർട്ടൽ ഉപയോഗിച്ച് ഡൈനാമിക് പ്രൈസിംഗ് വഴി കയറ്റിയത് $33,000 വരെയാണ്. ഒരു സീറ്റിന് 31 ലക്ഷം രൂപ. എന്നാൽ ടിക്കറ്റ് കയ്യിലുള്ളവർ ഫിഫയുടെ റീസെയിൽ മാർക്കറ്റ് പ്ലേസ് വഴി മറച്ചു വിറ്റാലോ? വിറ്റവൻ്റെ കയ്യിൽ നിന്നും വാങ്ങുന്നവൻ്റെ കയ്യിൽ നിന്നും ഫിഫയ്ക്ക് കിട്ടും 15% കമ്മീഷൻ. ഫുട്ബോൾ സപ്പോർട്ടേഴ്സ് യൂറോപ്പിൻ്റെ കണക്ക് പ്രകാരം ഇംഗ്ലണ്ട് ഫാൻസ് ഏറ്റവും ചീപ്പായിട്ടുള്ള ഒരു ടിക്കറ്റ് മേടിച്ച് സ്വന്തം ടീമിനെ ഫൈനൽ വരെ ഫോളോ ചെയ്യണമെങ്കിൽ $7,000 കൊടുക്കേണ്ടത്. അവർ യൂറോപ്യൻ കമ്മീഷന് ഫിഫയ്ക്കെതിരെ ഫോർമൽ കംപ്ലയിൻറ്റ് കൊടുത്തു. അങ്ങനെ ബാക്ക്ലാഷ് വന്നപ്പോൾ ഫിഫ ഒരു $60 ഒരു സപ്പോർട്ടർ ടിക്കറ്റ് സ്കീം ഇറക്കി. കേൾക്കുമ്പോൾ നല്ലതാണെങ്കിലും ഇത് ഫെഡറേഷൻ വഴി മാത്രം സ്റ്റേഡിയം കപ്പാസിറ്റിയുടെ ജസ്റ്റ് 1% മാത്രമുള്ളൊരു പരിപാടിയാണ്. ഇതൊരു പരിഹാരമായിരുന്നില്ല, വെറും ഒരു PR സ്റ്റണ്ടാണ്. ഇതിൽ ഏറ്റവും റിവീലിംഗ് ആയ ഒരു കാര്യം, പബ്ലിക്കിനായിട്ട് ഓപ്പണാക്കി വെച്ചിരുന്ന ഏറ്റവും എക്സ്പെൻസീവ് ആയുള്ള ടിക്കറ്റ് മേടിച്ചവർ കിട്ടിയത് വെറും കോർണർ സീറ്റ്സ് ആണ്. സൈഡ് ലൈനിലെ ബെസ്റ്റ് സീറ്റ്സ് ഫിഫ നേരത്തെ മാറ്റി വെച്ചിരുന്നു. ഹോസ്പിറ്റാലിറ്റി പാക്കേജുകൾക്ക് $5,000 മുതൽ $73,000 വരെയായിരുന്നു അതിൻ്റെ വില. ന്യൂയോർക്കും ന്യൂജേഴ്സിയും ടെക്സാസും ഒക്കെ ഫിഫയ്ക്കെതിരെ അന്വേഷണം തുടങ്ങി. ഫാൻസിനെ മിസ്ലീഡ് ചെയ്തോ, ഫേക്ക് സ്കാർസിറ്റി ഉണ്ടാക്കിയോ എന്നറിയാൻ. ഇതിലൊരു പാറ്റേൺ ശ്രദ്ധിച്ചോ? ഏറ്റവും കുറവ് സ്വാധീനമുള്ള, പൈസയ്ക്ക് കുറവുള്ള സാധാരണക്കാരെയാണ് ഫിഫ എപ്പോഴും പിഴിയുന്നത്. പക്ഷേ ഇതുവരെ നമ്മൾ പറഞ്ഞതെല്ലാം US-ലും കാനഡയിലും മെക്സിക്കോയിലും ഒക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഈ ഫിഫയുടെ ഈ കൈകൾ എത്തി നിൽക്കുന്നത് എൻ്റെയും നിങ്ങളുടെയും വീട്ടിൽ കൂടിയാണ്. ഇന്ത്യ ഈ വേൾഡ് കപ്പിൽ കളിക്കുന്നില്ല. എന്നാലും ഒരു മത്സരം നമ്മൾ കേരളത്തിൽ കാണണമെങ്കിൽ നമ്മൾ C5 ഒരു വർഷത്തേക്കോ 3 മാസത്തേക്കോ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഫിഫയുടെ കയ്യിൽ നിന്നും ഇന്ത്യ റൈറ്റ്സ് വാങ്ങിയത് 2034 വരെയുള്ള ഒരു ഡീലായിട്ടാണ്. ഇൻഡസ്ട്രി എസ്റ്റിമേറ്റ് പ്രകാരം ഏകദേശം 300 കോടിയോളം രൂപ ഫിഫയ്ക്ക് കൊടുത്തിട്ടാണ് ആ ഡീൽ നടത്തിയത്. ആ കോടികൾ തിരിച്ചു പിടിക്കുന്നത് എവിടെ നിന്നാണ്? അത് എൻ്റെയും നിങ്ങളുടെയും സബ്സ്ക്രിപ്ഷനിൽ നിന്നാണ്. പക്ഷേ ഇവിടെ ഒരു ചോദ്യം ബാക്കിയുണ്ട്. ഇത്രയും പരസ്യമായി ആളുകളെ പിഴിഞ്ഞിട്ടും ഇത്രയും അന്വേഷണങ്ങൾ നേരിട്ടിട്ടും എന്തുകൊണ്ടാണ് ഫിഫയെ ആരും തടയാത്തത്? ഫിഫ ഒരു കമ്പനിയല്ല, ഒരു നോൺ പ്രോഫിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. സ്വിറ്റ്സർലൻഡിൽ രജിസ്റ്റർ ചെയ്ത ലാഭേച്ഛയില്ലാത്ത ഒരു സംഘടന. ഈ ടൂർണമെന്റിൽ നിന്ന് മാത്രം അവർ പ്രതീക്ഷിക്കുന്നത് $8.9 ബില്യൺ ആണ്. വേൾഡ് കപ്പിലിടയിലെ 4 വർഷത്തെ സൈക്കിൾ മൊത്തം എടുത്താൽ $13 ബില്യൺ. ഒരു ലാഭേച്ഛയില്ലാതെ വർക്ക് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്തിനാണ് ഇത്രയും ലാഭം? അതെങ്ങനെ ഉണ്ടാക്കുന്നു? ഫിഫയെ നിയന്ത്രിക്കുന്നത് 211 മെമ്പർ അസോസിയേഷൻസ് ആണ്. ഓരോന്നിനും ഒരു വോട്ട്. ബ്രസീലിനും ഒരു വോട്ട്, സീഷെൽസിനും ഒരു വോട്ട്. ഇവിടെയാണ് ഇവിടുത്തെ കളി നടക്കുന്നത്. ഫിഫ ഫോർവേഡ് എന്ന പ്രോഗ്രാം വഴി ഓരോ മെമ്പറിനും $8 മില്യൺ വരെ കിട്ടും. ചെറിയ രാജ്യങ്ങൾക്ക് ഇത് അവരുടെ ഫുട്ബോളിന്റെ ഏറ്റവും വലിയ വരുമാനമാണ്. അപ്പോൾ പ്രസിഡന്റായി അധികാരത്തിൽ തുടരാൻ എന്താണ് വേണ്ടത്? ഈ 211 പേരിലെ ഭൂരിപക്ഷത്തെ ഹാപ്പിയായി വെക്കുക. അതിന് വേണ്ടത് കൂടുതൽ പണം. കൂടുതൽ പണത്തിന് കൂടുതൽ വലിയ വേൾഡ് കപ്പ്. എന്നാൽ ഈ ടൂർണമെന്റ് നടത്താനുള്ള ചെലവോ? അത് ഫിഫയല്ല കൊടുക്കുന്നത്. ഹോസ്റ്റ് സിറ്റീസ് തന്നെ വഹിക്കണം. ഒരു സിറ്റിക്ക് പലപ്പോഴും $100 മില്യൺ വരെയാണ് ചെലവ്. സെക്യൂരിറ്റി, ട്രാൻസ്പോർട്ട്, സ്റ്റേഡിയം റെട്രോഫിറ്റ് എന്നൊക്കെ പറഞ്ഞാണ് ഈ ചെലവ് വരിക. ഉദാഹരണത്തിന് ന്യൂയോർക്കിന്റെ കണക്ക് തന്നെ ഏകദേശം ചെലവ് $70 മില്യൺ ആണ്. ഈ ടൂർണമെന്റ് വഴി തിരിച്ചു കിട്ടുന്നതോ 55 മില്യൺ മാത്രം. ബാക്കിയെല്ലാം നഷ്ടം. അങ്ങനെ മൊത്തം നഷ്ടം ഏതാണ്ട് 2,500 കോടി രൂപ. എന്നാൽ ടിക്കറ്റിംഗ്, ബ്രോഡ്കാസ്റ്റിംഗ്,
സ്പോൺസർഷിപ്പ്, ഹോസ്പിറ്റാലിറ്റി, അങ്ങനെയുള്ള എല്ലാ വരുമാനവും ഫിഫയ്ക്കാണ്. ചെലവിന്റെ ഭാരമോ നാട്ടുകാർക്കും. ഇത് ഒരാളുടെ അത്യാഗ്രഹം എന്ന് പറയാൻ കഴിയില്ല. ഇത് ഫിഫ എന്ന സിസ്റ്റത്തിന്റെ ഡിസൈനാണ്. പണം കിട്ടുന്നവരാണ് വോട്ട് ചെയ്യുക. അപ്പോൾ ഫിഫയുടെ ഈ പോക്കിനെ തടയാൻ ആർക്കും താല്പര്യമുണ്ടാവില്ല. ഇനി മൊത്തം ഒന്ന് ചേർത്ത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ $21 വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ വാങ്ങുന്നു. ബെസ്റ്റ് സീറ്റ്സ് ഫാൻസിനെ കാണിച്ചിട്ട് കോർപ്പറേറ്റ് പാക്കേജസ് ആയിട്ട് അത് മറിച്ചു കൊടുക്കുന്നു. സിറ്റീസ് പണം മുടക്കുന്നു, ഫിഫ ലാഭമെടുക്കുന്നു. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്നു. ഈ പൈസ എല്ലാം പോകുന്നത് ഓരോ പോക്കറ്റിലാണ്. ഓരോ ഘട്ടത്തിലും ഒരേ പാറ്റേൺ ആണ്. നമ്മുടെ കളിയോടുള്ള സ്നേഹവും ലോയൽറ്റിയും അങ്ങോട്ട്, നമ്മുടെ പൈസയും അങ്ങോട്ട്. ഈ പറയുന്ന കണക്കുകൾ ചിലതൊക്കെ എസ്റ്റിമേറ്റ്സ് ആണ്. പക്ഷേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ ഒരു മാറ്റവുമില്ല. വേൾഡ് കപ്പ് ഹിസ്റ്ററിയിലെ ഏറ്റവും വലിയ മണി എക്സ്ട്രാക്ഷൻ ഈവൻ്റാണ് 2026 അമേരിക്കയിൽ നടക്കുന്നത്. ഫിഫയുടെ വാദം രണ്ടാണ്. ഒന്ന്, ഇത് മാർക്കറ്റ് റേറ്റ് ആണ്. ഇൻഫാന്റിനോ തന്നെ പറയുന്നത് വി ഹാവ് ടു അപ്ലൈ മാർക്കറ്റ് റേറ്റ്സ് എന്നാണ്. രണ്ട്, ഈ പണത്തിന്റെ ഒരു ഭാഗം ശരിക്കും തിരിച്ചു പോകുന്നുണ്ട്. ഫിഫ ഫോർവേഡ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പ്രോഗ്രാം വഴി പണം കൊണ്ട് ചെറിയ രാജ്യങ്ങളിൽ ശരിക്കും ഫുട്ബോൾ പിച്ചസ് ഉണ്ടാക്കുന്നുണ്ട്, യൂത്ത് പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. അത് സത്യമാണ്. പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ്: വികസനത്തിന്റെ പണവും വോട്ടും ഒരേ കയ്യിൽ ഇരിക്കുമ്പോൾ അത് വികസനമാണോ അതോ മെമ്പർ അസോസിയേഷൻസിന്റെ ലോയൽറ്റി വാങ്ങി അധികാരം ഉറപ്പിക്കുകയാണോ എന്ന് നമുക്ക് വേർതിരിച്ച് പറയാൻ പറ്റാതെയാകും. നല്ല കാര്യം ചെയ്യുന്നു എന്നത് ചോദ്യം ചോദിക്കാതിരിക്കാനുള്ള കാരണമല്ല. നമ്മുടെ ഈ സ്നേഹം ഫേക്ക് അല്ല. അതാണ് ഈ കളിയുടെ ഭംഗി. അതുകൊണ്ടാണ് ഫിഫയ്ക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നതും. കാരണം എന്ത് സംഭവിച്ചാലും നമ്മൾ കളി കാണും എന്നവർക്കറിയാം. അപ്പോൾ ചോദ്യം ഇതാണ്: ലാഭം മാത്രം നോക്കി പ്രവർത്തിക്കുന്ന, സാധാരണക്കാരൻ്റെ പോക്കറ്റ് കാലിയാക്കുന്ന, ഫുട്ബോളിനെ ഒരു വിൽപ്പന ചരക്കാക്കി മാറ്റുന്ന ഫിഫയെ ആർക്കാണ്, എങ്ങനെയാണ് തടയാൻ പറ്റുക? കമൻറ്റിൽ പറയൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സൈനിങ് ഓഫ്.